8 ദിവസത്തെ പണി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വല പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണുന്നത്. അപ്പോൾ എന്തൊക്കെ മീനാണുള്ളതെന്ന് വല കയറിയിട്ട് നമുക്ക് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ കടൽ മാഗ്രയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വല പിടിച്ച് കയറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ഞു ഞണ്ടുകൾ ഇതുപോലെ വലയിൽ കുത്തിരിക്കേണ്ടാവട്ടെ. ഇതിൻ്റെ ഒരെണ്ണത്തിന് കാലില്ല. പൊതുവെ എല്ലാവർക്കും പുഴഞ്ഞയിലും കടൽ ഞണ്ടാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പുഴഞ്ഞണ്ടാണ് ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ട വിഭവം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ബോട്ടിൻ്റെ വല പിടിച്ച് കയറ്റിയപ്പോഴേക്കും കുറേ അതിഥികൾ നമ്മുടെ ബോട്ടിന് ചുറ്റും ഇങ്ങനെ വട്ടോട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ ഏതെങ്കിലും ചെറുമീനെ കിട്ടുകയാണെങ്കിൽ കൊത്തി തിന്നാനായിട്ടുണ്ട്. അപ്പോൾ അതേ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞൻ ഞണ്ട് വീണ്ടും വലയിൽ കൂടി കിട്ടിയിട്ട് അവനെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു തന്ത്രപ്പാട് നോക്കി കണ്ട. അതുപോലെ ഈ ചെറിയ ചെറിയ മീനുകളൊക്കെ നമുക്കിങ്ങനെ കുടിയും കിട്ടുണ്ടാ. ഇത് കണ്ട മംഗലാപുരം ബോട്ട് വള്ളവും വലിച്ചുകൊണ്ടാണ്. അത് വേറൊരു ടൈപ്പ് ഫിഷിങ് കണ്ട. അതിനെ നമ്മൾ തട്ടുപണി എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ നമ്മുടെ കോടൻ്റെ കയറുന്നുണ്ട്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെ മീനാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നോക്കട്ടെ. അങ്ങനെ നമുക്ക് വലയിൽ കിട്ടിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തോലി ഉണ്ട്. നത്തോലി കൊഴുവ, നത്തോലി കൊഴുവ എന്നൊക്കെ പറയോട്ടെ ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അതേ ഈ മീനാണ് നമുക്ക് കൂടുതലും കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ 1-2 നെയ്മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ CD കിടക്കുന്നുണ്ട്. CD പാമുള്ളൻ എന്നൊക്കെ പറയും. പിന്നെ വറ്റക്കുഞ്ഞി, വറ്റപ്പാര, അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ കുറച്ചേ ഉള്ളൂ. കൂടുതലും കിട്ടിയാണ് നമുക്ക് ഈ ഒരു മീനാണ്ട. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നേരെ തിരിഞ്ഞ് ബോക്സിലേക്ക് ആക്കിയാണ്. ഈ ഒരു വല പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇനി കരയിലേക്ക് ഓടിപ്പോയി. ഇന്നത്തേക്ക് 8 ദിവസമായിട്ടാകും. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാകും. ഇവിടെ നിന്ന് ഒരു 10-70-80 ന്യൂട്ടിക്കിലോളം ഉണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡ് വെച്ച് ഓടിക്കഴിഞ്ഞാൽ നമുക്കൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ ചരക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയാണ് നമ്മൾ പോകുന്നത്. വീഡിയോ കാണുന്നതിൽ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് ഞങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം വരാൻ പറ്റുമോ, ഞങ്ങൾക്കും ഇതുപോലെ കടലിൽ വന്നോന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ്. സത്യത്തിൽ നമുക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് ഏറിയ പരിപാടിയാണ്. കാരണം കരയിൽ നിൽക്കണ ഒരാൾക്ക്, അതായത് ആദ്യമായിട്ട് പോകണ ഒരാളെന്നുണ്ടെങ്കിൽ കടലിലേക്ക് വരാൻ നേരത്ത് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഛർദ്ദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഈ വൊമിറ്റിംഗ് ഉണ്ട്. അത് പലർക്കും, അതായത് ഏകദേശം ഒരു 90% ആളുകൾക്കും നമ്മൾ ഈ കടലിലേക്ക് ഇറങ്ങാൻ നേരത്ത് ആ ഒരു വൊമിറ്റിംഗ് വരോട്ടെ. ചിലവർക്ക് ആ ഒരു വൊമിറ്റിങ്ങും അതുപോലെ തന്നെ തലക്കനവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചുരുക്കെന്ന് പറയും, കടൽ ചുരുക്ക്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റില്ല. ഫുൾ ടൈം ഇങ്ങനെ ഉറക്കം തന്നെ ആയിരിക്കുള്ളൂ. ചിലവർ ഛർദ്ദിച്ച് ആ ഒരു മഞ്ഞ കളറിൽ ആ ഒരു ഇതുവരെയും വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നമുക്കങ്ങനെ പോയപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ പോയപ്പോഴാണെങ്കിലും എനിക്കൊരു ചെറിയ രീതിയിൽ ചുരുക്കും ഒരു തലക്കനമൊക്കെ വന്നിട്ടുണ്ട്. അതങ്ങനെയാണ്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ഈ കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ഈ 2 മാസം ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും കടലിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചിലവരൊക്കെ, എല്ലാവരും അല്ല, ചിലവരൊക്കെ ഒന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യോട്ടെ. ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി മീൻ വറുത്തതും അതുപോലെ തന്നെ സാമ്പാറും കൊണ്ട് വെക്കണത്. ആദ്യം തന്നെ മീനാണ് വറുത്ത് വെക്കണത്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സാമ്പാർ വെക്കണത്. അതും ഹിന്ദിക്കാരുടെ സാമ്പാറാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നും പറഞ്ഞ ഒട്ടും പുറകോട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതേ മീനിവിടെ മസാലയൊക്കെ പുരട്ടി ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ട് ഈ കാണുന്നത്. ഇതേസമയം നമ്മുടെ പണിക്കാരവിടെ ബാക്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഓരോ മീനുകൾ, നമ്മുടെ ആ കിട്ടിയ മീനുകളെയൊക്കെ ഓരോരോ ബോക്സിലേക്കാക്കി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം നമ്മുടെ സ്രാങ്ക് ഉറക്കമുണ്ട്. കാരണം സ്രാങ്ക് ഇത്ര നേരം ഉറങ്ങിയിട്ടുണ്ടായില്ല. വല പിടിച്ച് വെളുപ്പിന് പിടിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഉറക്കം പുള്ളിക്കാരന് കുറവായിരുന്നു. പിന്നെ ഇപ്പോൾ കരയിലേക്ക് ഓടുന്നതിൻ്റെ പേരിൽ നമ്മുടെ ഇടസ്രാങ്കായ പ്രഭുണ്ണനാണ് ബോട്ട് ഓടിക്കണത്. അങ്ങനെ നമ്മുടെ ഒരു മംഗലാപുരം ബോട്ടാണ്ടിക്കാണ്. മംഗലാപുരത്തെ ബോട്ടുകളുടെ കളർ ചുമപ്പും, നമ്മുടെ കേരളത്തിലെ ബോട്ടിൻ്റെ കളർ നീലയും, അതുപോലെ തമിഴ്നാട്ടിലെ ബോട്ടിൻ്റെ കളർ പച്ചയും അരികളുണ്ട്. അങ്ങനെ ഓരോ കോഡുകളുണ്ട്. അതുപോലെ ബോട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് നമുക്ക് കരയിലേക്ക് ഓടാൻ നേരത്ത് എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ സർഫെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ബോട്ടിൻ്റെ അമരവും അതുപോലെ എൻജിൻ റൂമും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തേച്ച് കഴുകട്ടെ. സത്യത്തിൽ നമ്മുടെ ഈ ഒരു ബോട്ട് സ്വന്തം ബോട്ട് പോലെ തന്നെ കണ്ടാണ്ട് നമ്മുടെ ഈ ഒരു പണിക്കാരെല്ലാ കാര്യങ്ങളും ചെയ്യണം. അതായത് എൻജിൻ കള്ളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തേച്ചൊരച്ച് കഴുകും. അതായത് ഓരോ പണിക്ക് പോയി വരുമ്പോഴും 8 ദിവസം 9 ദിവസത്തിൽ കഴിഞ്ഞ് വരാൻ നേരത്ത് കരയിലേക്ക് തിരിച്ചോടുന്ന സമയത്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചായിരിക്കുള്ളൂ നമ്മുടെ ബോട്ട് കരയിലേക്ക് കൊണ്ടുവന്നിട്ടത്. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കര പിടിച്ചാണ്ട് വന്നിട്ടിരുന്നത്. അപ്പോൾ അത് വെള്ളത്തിലാരോ പോയാണെന്ന് പറഞ്ഞ് നോക്കിയാണ് ഒരു കടൽപ്പന്നി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കിടന്നിങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ട. അങ്ങനെ നമ്മുടെ മുനമ്പം വഴിയാണ്ട് ഈ കാണുന്നത് ഈ ഒരു അഴിയുന്നായിരിക്കുള്ളൂ നമ്മളെല്ലാവരും നേരെ കടലിലേക്ക് ഇറങ്ങുന്നത്. എല്ലാവരും അല്ല, ഓരോരോ സ്ഥലങ്ങളിലായിട്ടും ഓരോരോ അഴികളുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മുനമ്പ മഴയാണ്. നമ്മുടെ ഈ ഒരു മുനമ്പ മഴയുടെ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് 10-10 ഈസ്റ്റ് 76-10 നമ്മുടെ മുനമ്പ മഴയുടെ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അഴി കാണാൻ നേരത്ത് കടലിൽ നിന്ന് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുള്ളൂ. കാരണം ഈ 10 ദിവസം അല്ലെങ്കിൽ 9 ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മറന്ന് കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കോണ്ടാക്റ്റ് ഓപ്ഷൻ ഉണ്ടാവില്ല. അതായത് ഈ പറഞ്ഞ പോലെ
റേഞ്ചാ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാനൊന്നും പറ്റൂല. ഇപ്പം ഇൻ കേസ് റേഞ്ച് കിട്ടിയാൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആങ്കറിൽ കിടക്കാൻ നേരത്ത് അടുത്ത് ഈ പറഞ്ഞ ഏഴിമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കൂടുതലും ഈ ഒരു റേഞ്ച് കിട്ടുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സി ഫോണിലൊക്കെ എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ സി ഫോണിലൊക്കെ വിളിച്ചാണ് നമുക്ക് സംസാരിക്കാൻ പറ്റണത് കേട്ടോ. അങ്ങനെ നമ്മുടെ മുനമ്പം ഹാർബറിലേക്ക് ബോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഈ ലേലം വിളി തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനാണ് തുടങ്ങുന്നത്. വെളുപ്പിന് 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഈ ഒരു അഴി ഇറങ്ങി നമ്മൾ കടലിലേക്ക് പോകാൻ നേരത്ത് കടലിൽ മീനുണ്ടാവണേ, പണി കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് കടലിൽ നിന്ന് കരയിലേക്ക് വരാൻ നേരത്ത് മീനിന് വിലയുണ്ടാവണേ, കടമൊന്നും വരല്ലേ എന്നൊരു പ്രാർത്ഥനയിലായിരിക്കുള്ളൂ നമ്മൾ തിരിച്ചു തന്നെ. നമ്മുടെ ബോട്ട് കയറി വരണനുസരിച്ച് വേറെ കുറേ ബോട്ടുകൾ ഒരുപാട് പ്രതീക്ഷകളായിട്ട് കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അങ്ങനെ കടലിൽ ആ ഒരു 8 ദിവസത്തെ ആ ഒരു എപ്പിസോഡും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതിന് മുന്നത്തെ എപ്പിസോഡുകൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാട്ടെ. ഇനിയും കടലിലെ അത്ഭുതകരമായ കാഴ്ചകളായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും കിടിക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.